എന്തൊക്കെ പറയുന്നോടാ പരമച്ചെറ്റേ. ദൈവമേ, അച്ഛനും മകനും കൂടി തെരുവിൽ കിടന്ന് തല്ലുകയാണല്ലോ. എനിക്ക് പതിച്ച് നിടപെടാനും പറ്റില്ലല്ലോ. എന്ത് ചെയ്യും? വേറൊരു വഴിയില്ല. മോളെ, ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. CK സിംഗ് ഗൗതമും തമ്മിൽ റോഡിൽ കിടന്ന് അടിപിടി കൂടുക. അയ്യോ, ഗൗതം CK സിംഗ് തമ്മിലോ? ഞാൻ ഇപ്പൊ ഗൗതമിനോട് സംസാരിച്ചതല്ലേ ഉള്ളൂ. അല്ല, ഇത് എവിടെ വെച്ചാ CK സിംഗ് ഗൗതം തമ്മിൽ കണ്ടത്? അത് മോളെ, നമ്മുടെ ആ മീനമ്പല ജംഗ്ഷനില്ലേ, അതിനിപ്പുറത്തൊരു കോപ്പറേറ്റീവ് ബാങ്കില്ലേ, അതിന്റെ അടുത്തുള്ളൊരു ഒഴിഞ്ഞ പ്രദേശം ഉണ്ടല്ലോ, ഒരു ആറിന്റെ തീരത്തുള്ളത്. അവിടെ വെച്ചാ ഞാൻ രണ്ടുപേരെയും കണ്ടത്. എനിക്കിപ്പോ അവരുടെ അരികിലേക്ക് ചെല്ലാനോ ഇടപെടാനോ പറ്റില്ല. അതറിയാലോ നിനക്ക്. നീ ഇപ്പൊ എവിടെയുള്ളത്? ഞാൻ ബാങ്ക് വരെ പോകാൻ ഇറങ്ങിയതാ, ഓട്ടോയില്ല. ഞാനിപ്പോ അങ്ങോട്ട് വരാം. വേഗം വരാൻ നോക്കും മോളെ. എന്റെ അനിയനെ പിടിച്ചോണ്ട് പോയി കെട്ടിയിട്ടിട്ടല്ലേ നീ എന്നെ ജയിലിലാക്കിയത്. അതിനുള്ള ശിക്ഷ ഞാൻ തന്നെ നിനക്ക് തിരിച്ചു തരും, കേട്ടോ? നിനക്ക് ജയിലിലേക്ക് പോകാനുള്ള തെളിവ് നീ തന്നെ തരും എനിക്ക്. പറയിപ്പിക്കും നിന്നെ കൊണ്ട് ഞാനത്. ദൈവമേ, ഇയാളെ ഗൗതം എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ മോൻ കൊലക്കേസിലെ പ്രതിയാവുമല്ലോ. എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് നോക്കാം. അതെ, ആ കാറിന്റെ പുറകെ വിട്ടോ, പെട്ടെന്ന്. ചേട്ടാ, ആ വണ്ടിയുടെ പുറകെ പോ. എടുത്തോട്ട് എടുത്തോട്ട് എടുത്തോട്ട്. ചേട്ടാ, സ്പീഡിൽ പോയേട്ടാ.
നിർത്ത്. ആന്റി പറഞ്ഞ സ്ഥലം ഇത് തന്നെയാ. CKCയുടെ കാറും ഇവിടെ കിടപ്പുണ്ട്. പക്ഷെ ആരും കാണുന്നില്ലല്ലോ. ആന്റി ഇവിടെ എങ്ങുമില്ല. ഇതെവിടെ പോയി? എന്താ സംഭവിച്ചത്? ഇവരെല്ലാം ഇത് എവിടെ പോയി? പെട്ടെന്ന് ആ കാറിന്റെ പുറകെ തന്നെ പൊയ്ക്കോ. കോള് പോകുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? നിധിയാണല്ലോ, എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഗൗതം ഫോൺ എടുക്കുന്നില്ലല്ലോ. എന്താ സംഭവിച്ചെന്ന് എങ്ങനെ അറിയും? ദൈവമേ, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലേ? ബാങ്കിലേക്കെന്ന് പറഞ്ഞു പോയ നിധിയെ ഇതുവരെ കണ്ടില്ലല്ലോ. ഇനി അതുവഴി അവള് ഗൗതമിന്റെ അടുത്തേക്ക് എങ്ങാനും പോയി കാണൂ. അങ്ങനെയാണെങ്കിൽ ഉച്ചയൂണിനും വരാൻ സാധ്യതയില്ല. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. മൊബൈൽ എവിടെ?